കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ധാരാളം മനുഷ്യർ പല വിധത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. പ്രായമായവർക്ക് മാത്രമാണ് പണ്ടത്തെ കാലത്ത് പല രോഗങ്ങളും കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് വളരെ ചെറിയ കുട്ടികൾക്ക് പോലും ധാരാളം രോഗങ്ങളാണ് വരുന്നത്. മുതിർന്ന ആളുകൾക്ക് വന്നുകൊണ്ടിരുന്ന രോഗങ്ങൾ പോലും ഇന്ന് കൊച്ചുകുട്ടികളിൽ വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ പല വിധത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ ഒരു അതിശക്തിയാർന്ന അതീവ ശക്തിയുള്ള ഒരു നാമമുണ്ട്. ആ നാമം നിരന്തരം ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള രോഗങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടും എന്നാണ് വിശ്വാസം. ഈ നാമം നമ്മൾ നിരന്തരം ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആരാണോ ഈ നാമം നിരന്തരം ജപിക്കുന്നത് അവർക്കു ചുറ്റും ഒരു കാന്തിക വലയം പോലെ സർവേശ്വരൻ്റെ അനുഗ്രഹമുണ്ടായിരിക്കും എന്നാണ് വിശ്വാസം. ഇത് നാരായണീയത്തിലെ ഒരു ശ്ലോകമാണ്. നാരായണീയത്തിലെ 8ാമത്തെ ദശകത്തിലെ 13ാമത്തെ ശ്ലോകമാണ്. നാരായണീയം ആരാണ് എഴുതിയത്? മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടാണ് നാരായണീയം രചിച്ചത്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ ഗുരുവാണ് അച്യുത പിഷാരടി, തൃക്കണ്ടിയൂർ അച്യുത പിഷാരടി. അദ്ദേഹത്തെ പരമഗുരുവായി സ്വീകരിക്കുകയും നാരായണ ഭട്ടതിരിപ്പാട് വ്യാകരണം പഠിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ ഗുരുവിന് കലശലായ വാതരോഗം ബാധിച്ചു. രോഗശമനത്തിനു വേണ്ടി നടത്തിയ എല്ലാ ചികിത്സകളും ഫലം കാണാതെ വന്നപ്പോൾ ജ്യോതിഷ കൂടിയായ ഗുരു പ്രശ്നം വെച്ചു നോക്കി കാരണം കണ്ടുപിടിക്കുകയും അപ്പോഴാണ് മുൻജന്മ ദോഷങ്ങളാണ്, ജന്മാന്തര ദുരിതമാണ് ശമിക്കാത്ത വാതരോഗത്തിന് കാരണമെന്ന് മനസ്സിലാക്കുകയും ചെയ്തത്. അതിന് പരിഹാരമായി ധാരാളം പ്രായശ്ചിത്ത കർമ്മങ്ങളൊക്കെ ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് തൻ്റെ വാതരോഗം മറ്റൊരാൾക്ക് കൊടുക്കുക എന്ന ഒരു ചടങ്ങ് കൂടി വന്നു. ആ ചടങ്ങിന് കർമ്മവിഭാഗദാനം എന്നാണ് പറയുന്നത്. എന്നാൽ ചുമ്മാതെ ആർക്കും ഈ ഒരു രോഗം, തൻ്റെ ഈ പാപം കൊടുക്കുവാൻ പറ്റില്ല. നല്ല ബ്രഹ്മ തേജസ്സുള്ള ആൾക്ക് മാത്രമേ ഇത് വാങ്ങാൻ അർഹതയുള്ളൂ. അല്ലെങ്കിൽ ആരാണോ മേടിക്കുന്നത് അയാൾക്ക് വലിയ ദോഷങ്ങളുണ്ടാക്കും. അങ്ങനെ അച്യുത പിഷാരടി തൻ്റെ എല്ലാ ശിഷ്യന്മാരെയും വിളിച്ചു വരുത്തുകയും ആരെങ്കിലും ഇതിന് തയ്യാറുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു. പക്ഷേ ആരും ഗുരുവിൻ്റെ ഈ പാപം ഏറ്റുവാങ്ങുവാൻ തയ്യാറായില്ല. ആ സമയത്താണ് ധൈര്യത്തോടു കൂടി മേൽപ്പത്തൂര് തൻ്റെ ഗുരുവിൻ്റെ ആ പാപങ്ങളെല്ലാം ഏറ്റുവാങ്ങിയത്. കാലക്രമേണ ഗുരുവിൻ്റെ ക്ലേശങ്ങളെല്ലാം കുറയുകയും എന്നാൽ ശിഷ്യനിൽ രോഗലക്ഷണം ഒന്നൊന്നായി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ മേൽപ്പത്തൂരിന് യാതൊരു വിഷമവും തോന്നിയില്ല. പക്ഷേ വാതരോഗം കൊണ്ട് വളരെയധികം കഷ്ടപ്പെടുകയാണ്. അങ്ങനെ ധാരാളം ചികിത്സകളും പ്രായശ്ചിത്ത കർമ്മങ്ങളുമൊക്കെ നടത്തുന്നു. പക്ഷേ യാതൊരു ഫലവും കാണുന്നില്ല. ആ സമയത്ത് ആരൊക്കെയോ പറയുന്നു ഗുരുവായൂരിൽ ചെന്ന് ഭജനം പാർത്താൽ രോഗം മാറും എന്ന് പറയുന്നു. അങ്ങനെ അതനുസരിച്ചിട്ട് ഒരു ദിവസം തൻ്റെ ഗുരുവിനോട് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് അനുജനായ മാതൃദത്തനോടൊപ്പം ഗുരുവായൂരിൽ എത്തിച്ചേരുകയും അവിടെ ഭജനമിരിക്കുകയും ചെയ്തു. ക്രമേണ മേൽപ്പത്തൂരിൻ്റെ വാതരോഗം ശമിക്കുകയും ആ സമയത്ത് അദ്ദേഹം രചിച്ചതാണ് ഈ നാരായണീയം. ഈ നാരായണീയത്തിലെ 8ാമത്തെ ദശകത്തിലെ 13ാമത്തെ ശ്ലോകമാണ് രോഗദുരിതം മാറാൻ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം. ദശകം 8 ശ്ലോകം 13. അസ്മിൻ പരാത്മൻ നനു പാത്മകൽപ്പേ ത്വമിത്തമുത്ഥ പിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധി വാതാലയ വാസ വിഷ്ണു. ഇതാണ് ശ്ലോകം. അർത്ഥം: പരമാത്മസ്വരൂപനായ ഭഗവാനെ, ഈ പാത്മകൽപ്പത്തിൽ ബ്രഹ്മാവിനെ ജനിപ്പിച്ചവനും ഗുരുവായൂരിൽ വസിക്കുന്നവനുമായ അലയോ വിഷ്ണു ഭഗവാനെ, അനന്തമായ മഹാത്മ്യത്തോടു കൂടിയ അവിടുന്ന് അടിയൻ്റെ രോഗങ്ങളെ ഇല്ലാതാക്കേണമേ എന്നാണ്
ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അതായത് ബ്രഹ്മാവിനെ സൃഷ്ടിച്ചവനാണ് മഹാവിഷ്ണു. അങ്ങനെയുള്ള മഹാവിഷ്ണു എവിടെ വസിക്കുന്നു? ഗുരുവായൂരിൽ വസിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്, അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് അടിയൻ്റെ രോഗങ്ങളെ ഇല്ലാതാക്കേണമേ എന്നാണ് ഇവിടെ നാരായണ ഭട്ടതിരിപ്പാട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. ദശകമെട്ട് ബ്രഹ്മാവിൻ്റെ ആവിർഭാവമാണ്. ദശകമെട്ടിലെ ശ്ലോകം 13 നമ്മൾ നിത്യേന എന്നോണം പാരായണം ചെയ്യേണ്ടത്. പത്മകൽപ്പം എന്ന് പറയുന്നുണ്ട്. പത്മകൽപ്പം എന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ കാലഘട്ടമാണ്. അതായത് ബ്രഹ്മാവിൻ്റെ ആ ഒരു അവതാര കാലഘട്ടമാണ് ഈ പത്മകൽപ്പം എന്ന് പറയുന്നത്. ധാരാളം കൽപ്പങ്ങളെ പറ്റി പുരാണങ്ങളിൽ പറയുന്നുണ്ട്. വരാഹകൽപ്പം, പത്മകൽപ്പം, ഇങ്ങനെ പലതരത്തിലുള്ള കൽപ്പങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതൊരു പ്രത്യേക സമയമാണ്. അങ്ങനെയുള്ള പത്മകൽപ്പത്തിൽ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചവനാണ് മഹാവിഷ്ണു. അങ്ങനെയുള്ള മഹാവിഷ്ണുവാണ് ഇവിടെ വസിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാനെ അവിടുന്ന് ഈ ഉള്ളവൻ്റെ അടിയൻ്റെ രോഗം മാറ്റേണമേ എന്ന് നാരായണ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് നാരായണീയത്തിലെ ദശകമെട്ട് ശ്ലോകം 13. അതുകൊണ്ട് നാരായണീയം മുഴുവനായി വായിക്കാൻ സാധിക്കാത്ത ആളുകൾ, ഏതെങ്കിലും വിധത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ, ഇനി നാളെ രോഗങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിത്യേന എന്നോണം ഈ ഒരു ശ്ലോകം ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ രോഗദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടുമെന്നും, ഇനി അഥവാ ഏതെങ്കിലും വിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ആ രോഗത്തിന് ശമനമുണ്ടാകുമെന്നും, ഒരു സംരക്ഷണ കവചം പോലെ എപ്പോഴും ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാകുന്നു എന്നുമാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ധാരാളം ഭക്തജനങ്ങൾ, പ്രത്യേകിച്ച് വാതരോഗം, കാലുവേദന, മുട്ടുവേദന, അല്ലെങ്കിൽ ശ്വാസ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ, അതുപോലെ തന്നെ മാനസികവും ശാരീരികവുമായ അസുഖങ്ങളുള്ള ആളുകൾ, അവർക്കൊക്കെ ഈ ഒരു ശ്ലോകം വളരെയധികം ഉത്തമമാണ്. പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങളാണ് പല രോഗങ്ങളായി പിന്നീട് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് നിരന്തരം ജപിക്കാവുന്ന ഒരു ശ്ലോകമാണ്. ഈ ശ്ലോകം നിരന്തരം ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള സംരക്ഷണവും നമുക്ക് ഉണ്ടാകുന്നു എന്നാണ് വിശ്വാസം. ഇനി സാധാരണ ചില ദൃഷ്ടിദോഷങ്ങൾ കൊണ്ട് നമുക്ക് ചില അസുഖങ്ങളൊക്കെ ഉണ്ടാകും. ആ തരത്തിലുള്ള അസുഖങ്ങൾ പോലും ഈ ഒരു ശ്ലോകം നിരന്തരം ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മാറും എന്നാണ് വിശ്വാസം. നിങ്ങൾക്കെല്ലാവർക്കും ഈ ശ്ലോകവും അതിൻ്റെ അർത്ഥവും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.